യഹൂദന്മാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച സൂര്യാസ്തമനം മുതൽ പിറ്റേ ദിവസം സന്ധ്യ വരെയുള്ള സമയം അവരുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെയും വിശ്രമത്തിന്റെയും ദിനമാണ് എന്ന് ഓർക്കുക. ശബത്തിൽ ഒരു യഹൂദ കുടുംബത്തിൽ ഭവനത്തിന്റെ ഉള്ളിലുള്ള സ്ത്രീ സൂര്യാസ്തമനത്തിന് മുന്നമേ ശബത്ത് മെഴുകുതിരി കത്തിക്കുകയും അനുഗ്രഹ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യും. യഹൂദന്മാരുടെ ആരാധനയിടമായ സിനഗോഗുകളിൽ തിരഞ്ഞെടുത്ത സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും ലേഖാദോഡി എന്ന കവിത ചൊല്ലുകയും പ്രഭാത ആരാധനയിൽ തോറയും ഹഫ്താറയും ഒക്കെ വായിച്ച് ആരാധിക്കുകയും അവർ ചെയ്തിരുന്നു. ഈ ശബത്ത് ദിവസം യഹൂദന്മാരുടെ ആഹാരവും വ്യത്യസ്തമായിരുന്നു. കിദ്ദൂഷ് എന്ന ആചാരം നടത്തി വീഞ്ഞ് വിശുദ്ധീകരിച്ച് പാനം ചെയ്തിരുന്നു. ആചാരപരമായ കൈകഴുകൽ നടത്തി അപ്പം മുറിച്ച് ശബത്തിന്റെ ഭക്ഷണവും യഹൂദന്മാർ കഴിച്ചിരുന്നു. ശബത്തിൽ തീ ഉപയോഗിക്കുവാനോ ആഹാരം പാചകം ചെയ്യാനോ യാത്ര ചെയ്യുവാനോ അങ്ങനെ തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യുവാൻ നിരോധനമുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ, ശനിയാഴ്ച വൈകുന്നേരമാകുമ്പോൾ ഹവ്ദാല എന്ന സന്ധ്യാ പ്രാർത്ഥന ചൊല്ലിയാണ് ശബത്ത് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ വളരെ ചിട്ടയോടെ യഹൂദന്മാർ ഈ ശബത്ത് ആചരിച്ചിരുന്നതായി യഹൂദ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. BC 2-ാം നൂറ്റാണ്ടിൽ മഖബിയൻ കാലഘട്ടത്തിൽ ശബത്ത് ആചരണം വളരെ കർശനമായ നിർബന്ധിതമായിട്ടുള്ള ഒരു ആചാരം ആയിരുന്നു. ഒരുപക്ഷെ ഒരു യുദ്ധമുണ്ടായാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി പോലും ശബത്ത് ദിവസം യഹൂദന്മാർ ആയുധം കയ്യിൽ എടുക്കുകയില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഇത് തങ്ങളുടെ വംശനാശത്തിന് കാരണമാകുമെന്ന ബോധ്യമുണ്ടായപ്പോൾ ജൂതന്മാരുടെ ജീവനോ ആരോഗ്യത്തിനോ ഗുരുതരമായി അപകടമുണ്ടാകുമ്പോൾ ശബത്തിൽ നിരോധിച്ചിരുന്ന പ്രവൃത്തികളിൽ നിന്നും 39 പ്രവൃത്തികൾ ഒഴിവാക്കുവാനായിട്ട് അവർ തീരുമാനമെടുത്തു. ഇത്രത്തോളം പ്രാധാന്യം നൽകി യഹൂദന്മാർ ശബത്ത് ആചരിച്ചിരുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് ശനിയാഴ്ചയായിരുന്നു ശബത്ത്. എന്നാൽ ക്രൈസ്തവരാകുന്ന നമ്മെ സംബന്ധിച്ച് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ഞായറാഴ്ച നാം ആരാധന ദിവസമായി ശബത്തായി വേർതിരിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്.